നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷചക്രത്തിൽ രാജാവായ ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരത്തെ പറ്റിയാണ്. സൂര്യൻ 1200 ചിങ്ങമാസം 31-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ 16-ാം തീയതി സോമവാരം തിങ്കളാഴ്ച രാത്രി 7:45 കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം 31 ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു. പ്രഭാവകാരകനായ സൂര്യൻ മേടം മുതൽ 12 രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെപ്പറ്റി സവിസ്തരം നാം പ്രതിപാദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 12 വീഡിയോകൾ കണ്ടിരുന്നു. ഞാൻ സൂചിപ്പിച്ചു, പിതാവ്, ആത്മപ്രഭാവം, വ്യക്തിത്വം, രാജസേവ, രാജാവ്, കാര്യങ്ങൾ നിയന്ത്രിക്കുക, എപ്പോഴും അദമ്യമായ ഉത്സാഹം, അഹങ്കാരം, ഇതൊക്കെ സൂര്യൻ്റെ മുഖമുദ്രകളാകുന്നു. സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളാകുന്നു. പക്ഷേ സാത്വികനെന്ന് ഹോരാചാര്യർ വിശേഷിപ്പിച്ച സാത്വിക സ്വഭാവമുള്ള ഗ്രഹം സൂര്യനാണ്. അതിനാൽ പല രീതിയിലും ചൊവ്വയേക്കാളും ശനിയേക്കാളും രാഹുവേക്കാളും കേതുവേക്കാളും സൂര്യൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നാം മേടം മുതൽ 12 രാശിക്കാർക്കുമുള്ള ചാരവശാൽ ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കന്നിമാസത്തിലെ വിശേഷങ്ങളും നിങ്ങൾ അറിയണം. കന്നിമാസം ദേവിയുടെ, മഹാലക്ഷ്മിയുടെ സങ്കേതമാകുന്ന രാശിയാകുന്നു. അതിൻ്റെ ചിഹ്നം തന്നെ തോണിയിൽ ഒരു കന്യക യുവതി സഞ്ചരിക്കുന്ന ചിത്രമാണ് കന്നിരാശിയുടെ ചിത്രം. കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ശുക്രനാകുന്നു. ആ ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ഒക്കെ ചിന്തിക്കുന്നത്. അതിനാൽ കന്നിരാശി സ്വതവേ തന്നെ ദൈവാംശമുള്ള, പ്രത്യേകിച്ച് ദേവി ചൈതന്യമുള്ള രാശിയാകുന്നു. ഈ കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ: 1, നീചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ 18-ാം തീയതി, കന്നി 2-ാം തീയതി സൂര്യൻ കന്നിയിൽ പ്രവേശിച്ച് പിറ്റേ ദിവസം തന്നെ സ്വന്തം മൂലക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ശുക്രനാണ് ഭൗതിക സുഖത്തിൻ്റെ കാരകൻ. വിവാഹം, സൗഹൃദങ്ങൾ, വ്യാപാരങ്ങൾ, വാങ്ങലും കൊടുക്കലും കച്ചവടവും ഒക്കെ ശുക്രൻ്റെ ജോലിയാകുന്നു. ആ ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അതും 45 ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സെപ്റ്റംബർ 23-ാം തീയതി ബുധൻ സിംഹൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ വിശേഷപ്പെട്ട 2 ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ്, ചാരവശാലുള്ള മാറ്റങ്ങൾ കന്നിമാസത്തേക്ക് നടക്കുന്നു. പിന്നെ കന്നിരാശിയിലാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമി, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, ഇതൊക്കെ വരുന്നത് കന്നിരാശിയിലാണ്. ആയുധപൂജ മുതൽ നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ കന്നിമാസത്തിൻ്റെ പ്രത്യേകതകളാകുന്നു. ഒക്ടോബർ 11, 12, 13 ദിനങ്ങൾ, അതായത് കന്നിമാസം 25, 26, 27 ദിവസങ്ങളിലാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, മൂകാംബിക മുതൽ ദേവി സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കുരുന്നുകൾ പ്രവേശിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. വിജയദശമിക്ക് നാം നക്ഷത്രങ്ങളൊന്നും നോക്കാറില്ല, പലപ്പോഴും മുഹൂർത്തങ്ങളും നോക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ മാരാർജി സവിശേഷമായി ആ ദിനത്തിൻ്റെ പ്രത്യേകതയും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. ഇനി നമുക്ക് മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ഫലനിർവചനത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി മേടൻ രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് സൂര്യൻ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ത്രയാരിഷ് അസ്താവാസോ ദീർഘായുഷേ. 3, 6, 11 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെയധികം ശുഭകരമാണ്. ഇവിടെ സൂര്യന് ഏറ്റവും അധികം തൻ്റെ പ്രഭാവം കാണിക്കാൻ പറ്റുന്ന ഭാവങ്ങളാകുന്നു 3, 6, 9, 10, 11. മേടൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ മാറ്റം വളരെ അനുകൂലമായ സമയമാകുന്നു.
ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, താൻ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് 6-ലെ സൂര്യന് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മേടൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റം വളരെ അനുകൂലമാണ് ഒരു മാസക്കാലത്തേക്ക്. കഴിഞ്ഞ ഒരു മാസം സൂര്യൻ 5-ാം ഭാവത്തിലായിരുന്നു. അതിൽ നിന്നും തുലവും വിഭിന്നമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വളരെയധികം ശുഭഫലങ്ങൾ മേടൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ചമത്കാര ചിന്താമണിയിൽ അതിസൂക്ഷ്മമായി സൂര്യൻ്റെ 6-ാം ഭാവത്തെ നിരൂപിച്ചത് ഇപ്രകാരമാണ്: രിബുധ്വംസകൃത് ഭാസ്കരോ യശിഷഷ്ടേ തനോദിവ്യയം രാജതോ മിത്രതോവ കുലേ മാതുരാപ ചതുഷ്പാദയോവ പ്രയാണേ നിഷാദേഹി വിഷാദം ലഭേദ. രിബുധ്വംസകൃത്, ശത്രുവിനെ നശിപ്പിക്കുന്നു 6-ലെ സൂര്യൻ. തനോദിവ്യയം രാജതോ മിത്രതോവ, രാജാവ് അല്ലെങ്കിൽ സുഹൃത്ത് തൻ്റെ ധനം ധാരാളം ചെലവഴിക്കുന്നു എന്നൊരു യോഗം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യോഗം? 6-ാം ഭാവം ഋണം, കടത്തെ സൂചിപ്പിക്കുന്ന ഭാഗമാകുന്നു. അവിടെ ആദിത്യൻ വന്നാൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. തൻ്റെ ധനം ചെലവഴിക്കുന്നു സർക്കാർ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ടാക്സ്, ഇപ്പോഴത്തെ GST മുതലായ വിവാദങ്ങൾ ഈ ഒരു മാസത്തിൽ മേടൻ രാശിക്കാർ സഹിക്കേണ്ടി വരും. അതിനാൽ തൻ്റെ പേപ്പറുകൾ ഗവൺമെൻറ്റുമായി, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സുഹൃത്തുക്കളിലൂടെ ധനപരമായ ചെലവുകൾ ഉണ്ടാകുന്നു എന്നാണ്. അതിനാൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി ധാരാളം കാശുകളൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥ കൈവന്ന് അതിലൂടെ ധനനഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. കുലേ മാതുരാപത്, അമ്മയുടെ കുലത്തിൽ വെച്ച് തനിക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു. ചതുഷ്പാദയോവ, നാൽക്കാലികളെ കൊണ്ടുമാകാം. ഇന്ന് നാൽക്കാലികൾ എന്നാൽ വാഹനങ്ങളാണ്. പലപ്പോഴും ഈ ഗ്രാമാന്തരീക്ഷത്തിൽ പോകുന്ന വ്യക്തികൾക്കൊക്കെ നാൽക്കാലികളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന മാസമാകുന്നു ഇത്. പലപ്പോഴും നാം കേൾക്കാറുണ്ട് നാൽക്കാലികളുടെ ഉപദ്രവം ഉണ്ടാവുക. അത് പശുവാകാം, ആടാകാം, അല്ലെങ്കിൽ മറ്റ് ചില ക്രൂരമൃഗങ്ങളാകാം. മേടൻ രാശി നിശാരാശിയാണ്. അതിനാൽ രാത്രിയിലൂടെയുള്ള സഞ്ചാരത്തിൽ മേടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത, വഴിയിൽ വെച്ച് കാട്ടാളരാൽ ഉപദ്രവിക്കപ്പെടും എന്നൊരു ഫലവും ഇവിടെയുണ്ട്. ഇത് 100% ശരിയാണ്. അതിനാൽ അപകടമുള്ള രാത്രിയാത്രകൾ വേണ്ട എന്ന് വെക്കുക. ഒരു മാസക്കാലം പല രീതിയിലും നിങ്ങളുടെ പ്രഭാവം, വ്യക്തിത്വം പുറത്തു കാണിക്കാൻ പറ്റുന്ന സമയമാണ്. ശാരീരികമായി മേടൻ രാശിയുടെ സ്വഭാവം തന്നെ ദുർബല ജാനുഹു, കാൽമുട്ടുകൾക്ക് ബലക്കുറവുണ്ടാക്കുന്ന രാശിയാണ് മേടൻ രാശി. അതിൻ്റെ ചിഹ്നം തന്നെ ആടാണ്. ആടിൻ്റെ പാദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പാദങ്ങൾക്ക് എപ്പോഴും ബലക്കുറവാണ്, ചെറിയ പാദങ്ങളാണ് ആടിൻ്റേത്. അതിനാൽ പലപ്പോഴും ശാരീരികമായി നടു, ഡിസ്ക് സംബന്ധിച്ച ക്ലേശങ്ങൾ, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പാദങ്ങൾക്ക് വെള്ളത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ, തെന്നി വീഴുക, ഇതൊക്കെ മേടൻ രാശിക്കാർക്ക് പ്രായം ഉണ്ടാകുന്നു. ദുർബല ജാനുഹു, കാൽമുട്ടുകൾക്ക് ബലക്കുറവും, തോയേജ ഭീരു, വെള്ളത്തിനെ ഭയക്കേണ്ടവരുമാകുന്നു. അതിനാൽ ശാരീരിക വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ: ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ആദിത്യ ഹൃദയ മന്ത്രവും ജപിക്കുക. 5-ാം ഭാവാധിപനായ ഗ്രഹമാകുന്നു ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത്. അതിനാൽ ഫാമിലി ബിസിനസ് ചെയ്യുമ്പോൾ അച്ഛനും മക്കളും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഗൃഹത്തിൽ, ഒരു വീട്ടിൽ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ മക്കളുടെ പല പ്രവർത്തനങ്ങൾക്കും പിതാവിന് ദഹിക്കാതിരിക്കും, ചോദ്യം ചെയ്യും, വഴക്കുണ്ടാകും. അതുപോലെ തന്നെ മക്കൾ അലസത കാണിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ അച്ഛനും മക്കളും തമ്മിൽ മാനസികമായ ചില അകൽച്ചകളെ ഉണ്ടാക്കാവുന്ന ഭാരമാണ്. ഒരു തരത്തിലും മക്കളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വളരെയധികം ശാസിക്കാനോ ഈ മാസം പാടില്ല എന്ന ഒരു സതുപദേശം ഡോക്ടർ മാരാർജി നിങ്ങൾക്ക് നൽകുന്നു. ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, അതേ രീതിയിൽ ശാരീരിക ക്ലേശങ്ങൾക്ക് പരിഹാരമായി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂടുതൽ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ മൃത്യുഞ്ജയ ഹോമവും കഴിപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൻ്റെ പിതാവ് തന്നോട് ശത്രുത പുലർത്തുന്ന സമയമാണ്. അതിനാൽ അച്ഛനെ മുഷിപ്പിക്കാതിരിക്കുക, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുക. അച്ഛൻ്റെ നിഗ്രഹ സ്വഭാവങ്ങൾ, ശാപങ്ങൾ ഒന്നും മക്കൾ വാങ്ങാൻ പാടില്ലാത്ത മാസമാകുന്നു കന്നിമാസം. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴിഞ്ഞ് അദ്ദേഹം നമുക്ക് അനിഷ്ടമായ ശാപവാക്കുകൾ പറഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ പിതാവുമായും മക്കളുമായും പുലർത്താതിരിക്കുക.
അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ രാശിപ്രകാരം പിതാവിന് രോഗമുണ്ടാകുന്ന മാസമാകുന്നു. അതിനാൽ അച്ഛൻ്റെ പേരിലും മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാകുന്നു. നന്ദി, നമസ്കാരം.